ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇതാ ഞാൻ രാവിലെ ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. രാത്രി ഡിഷ് വാഷറിൽ പാത്രങ്ങൾ അങ്ങനെ കഴുകാട്ടിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ അത് ഉണങ്ങിയിട്ട് തന്നെ വരുന്ന കാരണം അങ്ങനെ തുടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ കിച്ചണിൽ ജനൽമേൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ തന്നെ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് എന്നും ഇതുപോലെ അതിൻ്റെ പുറവും പിന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു ഭാഗങ്ങളും നമ്മൾ എന്നും പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഡെയിലി ഇതുപോലെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുറക്കണ ആ ഒരു സമയത്ത് അതും എന്നും ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. നമ്മൾ തുറക്കണ ഒരു ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് പൊടിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ മൊത്തത്തിൽ അങ്ങനെ വലിച്ചിട്ടിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യലില്ല. ഏതെങ്കിലും ഭാഗം വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അങ്ങനെ എടുത്തിട്ട് കഴുകലാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും മാറ്റ് വിരിക്കുകയാണെങ്കിൽ ആ പെട്ടെന്നുള്ള ഒരു മുഷിയൽ ഒഴിവായി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഡീപ്പ് ക്ലീൻ ഒന്നും വരില്ല. അങ്ങനെ ഇതാ കിച്ചണ് മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കി ഇട്ടുകണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു മട്ടൺ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണം. ആ ഒരു ഇറച്ചിയും ആ ഒരു മസാലകളൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് ഒരു പ്രഷർ കുക്കർക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് 4 അല്ലെങ്കിൽ ഒരു 5 വിസിലോ മതി കേട്ടോ. നമ്മൾ മട്ടൻ നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ പ്രഷറൊക്കെ പോയിട്ട് അങ്ങനെ തുറന്നു നോക്കിയാൽ മതി. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണ്. അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ 5 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു വലിയ ഉള്ളി നല്ലോണം ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മട്ടൻ്റെ റോസ്റ്റ് ഒരു മധുരം പോലെ ഉണ്ടാവും. നല്ലോണം ഉള്ളി വഴന്നിട്ട് ബ്രൗൺ കളറാവണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറായിക്കണ്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള നല്ല പഴുത്തൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളിയും നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയും നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിക്കണേ. ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മട്ടന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 4 വിസിൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടാണ് കേട്ടോ പ്രഷർ കുക്കർ തുറന്നത്. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ അതൊരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മട്ടനൊക്കെ നല്ല റോസ്റ്റായിട്ട് വന്നിക്കണേ. ആ ഒരു ടൈമിൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു നാരങ്ങൻ്റെ നീര് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മട്ടനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നല്ല റോസ്റ്റായിട്ട് വന്നിക്കണേ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചിലർ മട്ടൻ കഴിക്കൂലല്ലോ, അതിൻ്റെ ഒരു ചൊയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചൊയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാത്തവരും കൂടിയും കഴിക്കും. അപ്പോൾ പൊറാട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.